സ്നേഹബഹുമാനപ്പെട്ട ബിനീഷച്ച, ബിജു അച്ച, ഷാജുപ്പ, ഷിജിയമ്മേ, ആകാശപ്പറവുകളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായും ഈ ആത്മീയ മുന്നേറ്റത്തിൽ പ്രത്യേകമായി ഭാഗമായിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയപൂർവം കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. കർമ്മല സഭയെക്കുറിച്ചൊരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർമ്മല സഭയും ഈ ആകാശപ്പറവുകളുമായിട്ട് എന്താ ബന്ധം? ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം ഒത്തിരി കർമ്മല സഭയുടെ ആത്മീയത ഈ ആകാശപ്പറവുകളുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ വിശുദ്ധ ഒരു കർമ്മലീത്ത വിശുദ്ധയാണ്, കർമ്മല മാതാവ്. ഞാനിങ്ങനെ ഷാജിപ്പനോട് ചോദിച്ചു, ഷാജിപ്പ ഇതെന്താ ഇങ്ങനെ ഈ കർമ്മല മാതാവുമായിട്ട് ഇത്ര അടുപ്പം വരാൻ കാര്യം എന്താ? അല്ലെങ്കിൽ എലിസബത്ത് മന എന്ന് ഇതിന് പേര് വരാൻ കാര്യം എന്താ? അപ്പൊ എന്നോട് ഷാജിപ്പൻ പറഞ്ഞ കാര്യം, കുറ്റിക്കലച്ചനാണ് പേരിട്ടതും കർമ്മല മാതാവിനെ ആകാശപ്പറവുകളുടെ സ്വർഗീയ മധ്യസ്ഥയായി നൽകിയതും. അച്ഛനെ എനിക്ക് വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. വിശുദ്ധനെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളുമാണ്. അച്ഛനെ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ സെമിനാരിയിൽ നിന്ന് പലപ്പോഴും അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനും കുർബാന കൂടാനും ഒക്കെ പലപ്പോഴും വന്നിട്ടുമുണ്ട്. അച്ഛനെ പോലെ ഒരാള് ഇത്രയധികം, അച്ഛൻ വേറൊരു സഭയിൽപ്പെട്ട ആളാന്ന് നിങ്ങൾക്ക് അറിയാലല്ലേ, MCBS സഭയിൽപ്പെട്ട അച്ഛനാണ്. ഈ കർമ്മല സഭയോട് അച്ഛൻ ഇത്ര താല്പര്യം കാണിക്കാൻ കാരണം എന്തായിരിക്കും? പല സഭകളുണ്ട് അല്ലേ? ഷേൺസ്റ്റാട്ട് ഒരു സഭയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയാണ്. കാർമൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നാണ്. ആ വലിയ പൂന്തോട്ടത്തിലെ ഒരു ചെറിയ പൂന്തോട്ടം തന്നെയാണ് ഷേൺസ്റ്റാട്ടും. കാരണം ഈ കർമ്മലിത്തരുടെ ആത്മീയത ഒരുപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് ഷേൺസ്റ്റാട്ട് സഭ. ഞങ്ങളുടെ സഭാപിതാവായിട്ടുള്ള കെന്റണിക്കച്ചൻ, വിശുദ്ധ കൊച്ചി ത്രേസ്യ പുണ്യവതിയും അമ്മ ത്രേസ്യയും ജോനാൻ ക്രൂസും ഒക്കെ അച്ഛൻ്റെ പഠനങ്ങളിലും വിചിന്തനങ്ങളിലും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ പാഠങ്ങളിലൊക്കെ വിഷയങ്ങളാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ കർമ്മലീത്തരോട് ഒരു അസൂയ കലർന്ന സ്വരത്തിൽ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും എനിക്ക് ഉള്ളുകൊണ്ട് അസൂയപ്പെടുത്തുന്ന ഒരു കാര്യം, അമ്മയുടെ വസ്ത്രം ധരിച്ചവരാണ് കർമ്മലീത്തര്. ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം ധരിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു സഭയാണ് കർമ്മലീത്ത സഭ. ഈ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കർമ്മലീത്ത സഭയുടെ വസ്ത്രം. ഇനി ഏറെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ അമ്മ അംഗമായിരിക്കുന്ന ഏക സഭ കർമ്മലീത്ത സഭയാണ്. ഈ കർമ്മല സഭ എപ്പോ രൂപപ്പെട്ടു നിങ്ങൾക്കറിയാമോ? ഈശോയുടെ ജനനത്തിന് മുൻപേ കർമ്മല സഭയുണ്ടായിരുന്നു. ഈശോയെ സ്നാനപ്പെടുത്തിയ വിശുദ്ധ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ കർമ്മല സഭയിലെ അംഗമായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് തവിട്ട് കളറിൽ തന്നെ ഉൾവസ്ത്രം വരച്ചു വെച്ചിട്ടുണ്ട്. കുമ്മറാൻ എന്ന് പറയുന്ന താപസ സമൂഹത്തിലെ ഒരു അംഗമായിരുന്നു വിശുദ്ധ യോഹന്നാൻ. കർമ്മല സഭയുടെ സ്ഥാപകനായി സ്വർഗീയ മധ്യസ്ഥനായി അവർ വെച്ചിരിക്കുന്നത് ഏലിയാവിനെയാണ്. പഴയ നിയമത്തിലെ ഒരു വലിയ ആത്മീയ ചൈതന്യത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വലിയ താപസ്വരുടെ ഒരു കൂട്ടത്തിന്റെ പേരായിരുന്നു കർമ്മലീത്തർ. കാർമൽ മലയിൽ
ഏലിയ ദൈവത്തിന്റെ ചൈതന്യമിറക്കി ജനത്തോട് ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ ബാലിന്റെ പുറകെ പോ, ജീവിതത്തിൽ ഒരു നിലപാട് വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച സ്ഥലം കാർമൽ മല, ദൈവത്തിന്റെ ചൈതന്യമിറങ്ങിയ മല. സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന് ഈശോയ്ക്ക് ജന്മം നൽകുന്നതിന് മുൻപേ കർമ്മലീത്തർ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അമ്മ അവിടെ സന്ദർശിച്ചിരുന്നുവെന്നും അമ്മ ഒരു കർമ്മലീത്തയായിരുന്നുവെന്നും സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. പരിശുദ്ധ അമ്മ അംഗമായിരിക്കുന്ന സഭ. ഇന്ന് കാലത്തെ ഞാൻ കർമ്മലീത്തരുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി. കാലത്തെ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ്. അവിടെ ഇസിദോർ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഒത്തിരി വയസ്സായ അച്ഛനാണ്. അച്ഛനെ ഇങ്ങനെ വിഷൊക്കെ ചെയ്തതിന് ശേഷം അച്ഛൻ എന്നെ ഇവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നടുകുന്നുണ്ട്. അച്ഛൻ എന്നെ കർമ്മലീത്തരുടെ കാനോന നമസ്കാരത്തിലെ ഇന്നത്തെ വായന എടുത്ത് കാണിച്ചു. അതിനകത്ത് എന്നോട് ആ അച്ഛൻ പറയാണ്, എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാവം എന്ന് പറയുന്നത് കരുണയാണ്. അതിനകത്ത് പരിശുദ്ധ അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷം കാനാൻകാരിയുടെ വിശ്വാസം. ഈ കാനാൻകാരി ഈശോയോട് പറയാണ് 15:22, മത്തായിയുടെ സുവിശേഷം 15:22, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ ഈ വചനഭാഗം എടുത്ത് പരിശുദ്ധ അമ്മയെ അതുമായി തട്ടിച്ച് ഒരു വിചിന്തനം നൽകുന്നുണ്ട്. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഒരു സാധാരണക്കാരിയായ അമ്മ മകളുടെ പ്രശ്നത്തെ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നിൽ കനിയണമേ എന്നാണ്. അപ്പോൾ സ്വർഗത്തിന്റെ അമ്മ, പരിശുദ്ധ അമ്മ എങ്ങനെയായിരിക്കും ദൈവത്തിരുമുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറഞ്ഞു വയ്ക്കുക. അതിങ്ങനെയാണ്: പരിശുദ്ധ അമ്മ പരിശുദ്ധ ത്രിത്വത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി വിയർത്ത് കണ്ണുനീരൊഴുക്കി എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, പരിശുദ്ധ ത്രിത്വമേ എന്നിൽ കനിയണമേ. അമ്മയുടെ ആ യാചന ത്രിത്വത്തിന് നിരസിക്കാനാവില്ല എന്നാണ് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറയുക. കാരണം ഒരു സാധാരണക്കാരി സ്ത്രീ അവരുടെ മകളുടെ ആവശ്യം ദൈവത്തിനു മുമ്പിൽ സ്വന്തം ആവശ്യമായിട്ടാണ് അവതരിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ സഭയിലേക്ക് സെമിനാരിക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുന്നും കഴിഞ്ഞ വർഷം ഒരു കർമ്മലീത്ത സഭയിലേക്ക്, CMA സഭയിലേക്ക് ടീച്ചറുടെ മോൻ പോയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അവന് വേണ്ടി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവവിളി കുറവാണ്. ആണോ? പറയാറുണ്ടോ? ഇപ്പൊ ദൈവവിളി കുറവാ. യൂറോപ്പിലൊക്കെ തീരെ ദൈവവിളി ഇല്ല. ദൈവവിളി ഇല്ലാത്തതല്ല, വിളിക്കുത്തരം നൽകാത്ത. ഇതുപോലൊരു വീട്ടില് ഞാനിങ്ങനെ ഒരു പയ്യനിങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ പയ്യന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് സെമിനാരി ചേരണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നീ പെട്ടെന്ന്, എനിക്ക് അവനെ കുറെ കാലമായിട്ട് അറിയാം, എന്താ നീ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വന്നു? അപ്പനും അമ്മ അടുക്കുന്നില്ല, വല്യമ്മ അമ്മാമ്മ അമ്മാമ്മ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. കർമ്മല എന്നാണ് ഈ അമ്മാമ്മയുടെ പേര്. ഞാൻ ചോദിച്ചു ഈ പയ്യനോട്, വീട്ടുകാരെല്ലാം ഇരിപ്പുണ്ട്, ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, എടാ നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കാര്യം എന്നായി? വൈകുന്നേരം ഒരു ദിവസം ഇവൻ ടെർഫിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാറുണ്ട് ചാലക്കുടിയിൽ. കൂട്ടുകാരോടൊക്കെ കൂടി വണ്ടിക്ക് നല്ല സ്പീഡായിരിക്കും. ഒരു നേരത്താണ് ഇവൻ വരിക. അപ്പോൾ വീട്ടിൽ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത് ഇവൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ ഒരു ദിവസം ഇവനോട് പോകരുതെന്ന് കുറേ പറഞ്ഞു. അമ്മ കണ്ണടച്ചു, പൊക്കോട്ടെ, പിന്നെ പിള്ളേരോടൊക്കെ ഉള്ള കൂട്ടൊക്കെ അത്യാവശ്യമാണല്ലോ. ഈ അമ്മാമ്മ എന്ത് ചെയ്ത് ഇവനെ പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവസാനം അമ്മാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഈ ഉത്തരീയം ധരിച്ചിട്ട് പൊക്കോ, ഈ വെന്തിങ്ങ ധരിച്ചിട്ട് പൊക്കോ. അപ്പോൾ ഇവന് ഈ വെന്തിങ്ങ ഇട്ടുകൊണ്ട് കളിക്കാൻ വേണ്ടി പോയി. പ്രിയപ്പെട്ടവരെ, TV-യിലൊക്കെ വാർത്ത വന്നതാണ്, ഇവർ സഞ്ചരിച്ചിരുന്ന വണ്ടി ആ ചാലക്കുടിയിലുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്തായിട്ട്
ഭയങ്കര വേഗത്തിലായിരുന്നു പോയത്. വണ്ടി ഒരു അപകടത്തിൽപ്പെടുക. ഈ അപകടത്തിൽപ്പെടുമ്പോൾ ബാക്ക് സീറ്റ് മിഡിലാണ് ഈ പയ്യനിരിക്കുക. ഇവൻ പറയാണ്, ഈ വണ്ടി ഇടിച്ചിങ്ങനെ മലക്കം മറിയുന്ന സമയത്ത് ഇവൻ വേഗം കയറി ഉത്തിരിയത്തെ പിടിച്ചു. മരണം മുന്നിക്കണ്ട സമയം. ഇവനൊരു പോറൽ പോലും ഏറ്റില്ല. വന്ന ആൾക്കാർ ആദ്യം ചോദിച്ചത് എത്ര പേര് ജീവനോടെ ഉണ്ടെന്ന്. വണ്ടി പപ്പടമായി. ഇവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ പയ്യൻ പറയാണ്, ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് എനിക്ക് ആ ഒരു സമയത്തൊരു വലിയ സ്പാർക്കുണ്ടായി. ഞാൻ കയറി പിടിച്ചത് ഉത്തരീയത്തേലായിരുന്നു. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. ജീവിതത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഭൂമിയിലെ സ്വപ്നത്തിന് ആയുസ്സെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായ ഒരു സമയം അത്. അങ്ങനെ അവൻ സെമിനാരിൽ ചേർന്നു. അവൻ്റെ വീട്ടുകാരൊക്കെ അതിന് കുറേ തടസ്സം നിന്ന് ഞാൻ അവരെ പറയേണ്ട പോലെ പറഞ്ഞ് അതൊക്കെ അവരൊന്ന് ഒരുക്കി അവസാനം പയ്യൻ സെമിനാരിൽ ചേർന്നു. കർമ്മലമാതാവിൻ്റെ ഉത്തരീയം ധരിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. കൊള്ളാലോ. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണമുണ്ട്, നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി എല്ലാവർക്കും കിട്ടില്ലാത്തവർക്ക് കിട്ടും. ഇത് നമുക്ക് അത് കൊള്ളാല്ലേ. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു പോകും. കർമ്മലോത്തിരിയം ധരിച്ചതുകൊണ്ടായില്ല, അത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രമായതുകൊണ്ട് മാത്രമല്ല. അമ്മ കർമ്മലമാതാവായി പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഒരു കരത്തിൽ ഈശോ ഇരിക്കുന്നത്. നാഥൻ അതിൽ സന്നിഹിതനായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു ഒറ്റ കാര്യം അച്ഛനെന്ന് പറയാനുള്ളൂ. മുറിവുകളിലൂടെയാണ് പിശാച് പ്രവേശിക്കുക. പിശാചിന് പ്രവേശിക്കാനായി എല്ലാ കാലങ്ങളിലും മനുഷ്യ ഹൃദയങ്ങളിൽ അവൻ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് പിന്നീട് ബന്ധനങ്ങളായും വേദനകളായും അവന് പ്രവർത്തിക്കാനുള്ള വാതിലുകളായും അവൻ ഉപയോഗപ്പെടുത്തും. പരിശുദ്ധ കർമ്മല മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ആകെ തകർന്നടിഞ്ഞ സൈമൺ സ്റ്റോക്കിന്റെ മുന്നിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മലീത്തരാണ് തിരുസഭയുടെ വലിയ ശക്തി കേന്ദ്രമായി നിന്ന് തിരുസഭയെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വലിയ സംരക്ഷണ കോട്ട കെട്ടി കാത്തിരുന്നത് ഈ കർമ്മലീത്തര. അവർ പൊളിഞ്ഞുപോയി. കുരിശുദ്ധം വന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇവർ ചതറിക്കപ്പെട്ടു. വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവർ ചതറിക്കപ്പെട്ടു. ഇംഗ്ലണ്ടില് അവസാനം ഈ സൈമൺ സ്റ്റോക്ക്, അവിടെ പലരും പല നാടുകളിൽ സഭയെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, എല്ലാം തകർന്നു. അപ്പോഴാണ് സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും, അമ്മ, ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളവും നിന്റെ സഭയുടെ മേലുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അച്ചാരവുമായിരിക്കും. നീ ഇത് ധരിക്കുമ്പോഴും പ്രത്യേകമായി മരണസമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ വന്ന് സൈമൺ സ്റ്റോക്കിനെ പൊതിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരൊറ്റ കാര്യമാണ് അച്ഛന് പ്രധാനമായി പറയാനുള്ളത്. ഇത് പരിശുദ്ധ അമ്മയെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന സമയമാണെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിലൂടെ പറഞ്ഞു വയ്ക്കപ്പെട്ട ഒരു അന്ത്യകാല പ്രേക്ഷിതർ. പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും തൻ്റെ പുത്രന് ജന്മം നൽകിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായ വിശുദ്ധർക്ക് ജന്മം നൽകുക അന്തിമ സഭയിൽ. അത് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങളും അടയാളങ്ങളും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാലത്താണുള്ളത്. നമ്മളിപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിശാച് ഇതിനിടയിലൂടെ അവൻ്റെ പ്രബോധനങ്ങൾ നൽകും. ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. തെറ്റിദ്ധരിക്കപ്പെടാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, പരിശുദ്ധ അമ്മയെ അപമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ ഇപ്പം നടക്കത്തില്ല. പരിശുദ്ധ അമ്മ കാര്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല, അതവൻ്റെ ഒരു നമ്പറാണ്. ഇനി അടുത്തത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ ദൈവമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒന്നും ആരംഭിക്കുന്നില്ല, പുറപ്പെടുന്നില്ല. അമ്മ കൃപകളുടെ വിതരണക്കാരിയാണ്.
അമ്മ തന്നു എന്നല്ല, ഈശോ അമ്മയിലൂടെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ. പലപ്പോഴും നമ്മുടെ ഈ മരിയ ഭക്തിക്ക് ഒരു വലിയ പ്രശ്നം വരുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കൃപാസനത്തില് പരിശുദ്ധ അമ്മ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കാര്യത്തില് യാതൊരുവിധ സംശയമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അത് മനസ്സിലാക്കിയ തരത്തിലും പരിശുദ്ധ അമ്മ കാൽവരി കയറിയത് നമ്മുടെ കുഴിനകം മാറാനും മുട്ടുവേദന മാറാനും നമ്മുടെ പനി മാറാനുമല്ല, നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണം, നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മാക്കൾ രക്ഷപ്പെടണം. ശുദ്ധീകരണ സ്ഥലത്തിന്റെ അമ്മയാണ്. എല്ലാ വിശുദ്ധർക്കും അമ്മ ദർശനം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമയിൽ ഒരു തവണ കർമ്മല മാതാവായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെടുക. വിശുദ്ധ മറിയം ത്രേസ്യാമ്മ അമ്മയുടെ ഉത്തരിയെ വിട്ടുകൊടുത്ത് ആ വ്യക്തി മരിച്ച ആദ്യ ശനിയാഴ്ചയിൽ ഇറങ്ങി വന്ന് ആ ശുദ്ധീകരണ സ്ഥലത്തിന്റെ അഗ്നിയിൽ നിന്നിങ്ങനെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മറിയം ത്രേസ്യാമ്മ ദർശനത്തിൽ കാണുമായിരുന്നു. എവുപ്രാസ്യാമ്മ ഒല്ലൂര് മഠത്തിലല്ല, അമ്പഴക്കാട് ഒരു മഠമുണ്ട്. എവുപ്രാസ്യാമ്മ താമസിച്ച സ്ഥലത്ത് കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൃത്യമായി അവിടുത്തെ ചരിത്രമൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എവുപ്രാസ്യാമ്മ മഠം വിടാൻ തീരുമാനിച്ചു. കൊച്ചു പ്രായത്തിൽ സിസ്റ്റർ ആവുന്നതിന് മുമ്പേ പിശാചുക്കൾ വന്ന് പറഞ്ഞു, മുഴുവൻ നശിപ്പിക്കും, ഇവിടെ ഞങ്ങൾ നരകുഴിയാക്കും, നീ ഉള്ള സ്ഥലം ഞങ്ങൾ ചുടുകാടാക്കും, നിന്നെ ആളുകൾ കാണുമ്പോൾ കല്ലെറിയും, അവരുടെ ഉല്ലാസവേളകളെല്ലാം പിശാച് നശിപ്പിച്ച് കുളമാക്കി, നിന്റെ കുടുംബത്തെ ഞാൻ തൊടും, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഞാൻ അസ്വസ്ഥത നിറയ്ക്കും. ഈ പാവം പെൺകുട്ടി എവുപ്രാസ്യ മഠം വിടാൻ തീരുമാനിക്കുക. ഈ പിശാചുക്കളോട് പറഞ്ഞു, ഞാൻ പൊക്കോളാം. പിറ്റത്തെ ദിവസം ട്രങ്ക് വെട്ടിയെടുത്ത് അമ്പഴക്കാട് മഠത്തിന്റെ സ്റ്റെപ്പുകൾ പടവുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതാ മുന്നേ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു. എന്നിട്ട് കർമ്മല മാതാവ് എവുപ്രാസ്യാമ്മയോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയം അറിയുന്നത് ഞാനും എൻ്റെ പുത്രനും മാത്രമാണ്, നീ എന്തിന് അത് പിശാചുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു? ഇത് വലിയൊരു ആത്മീയ മർമ്മമാണ്. നമ്മുടെ സംസാരം, നമ്മളുടെ പരാതികള്, ഇതെല്ലാം പിശാചിനുള്ള വാതിലുകളാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി പരിശുദ്ധ അമ്മ കാലാകാലങ്ങളിൽ ഓരോ കാലത്തിൻ്റെയും ആവശ്യമായി ഇടപെടുമ്പോൾ പരിശുദ്ധ കർമ്മല മാതാവായി ഞങ്ങളുടെ മുൻപിൽ അമ്മ സന്നിഹിതയായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവേദനയിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചാഞ്ചല്യത്തിൽ, ദുഷ്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ നടത്തുന്ന അവൻ്റെ വക്രബുദ്ധികളിൽ ദൈവമേ കൃത്യമായി പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ട് അമ്മയ്ക്ക് അമ്മയുടെ പുത്രനിലൂടെ എല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുന്നതിനായി, ഞങ്ങളുടെ വിശ്വാസക്കുറവുകളെ ബലപ്പെടുത്തുന്നതിനായി, ഞങ്ങളുടെ ചിതറിയ ജീവിത അവസ്ഥകളെ കൂട്ടിച്ചേർക്കുന്നതിനായി പരിശുദ്ധ കർമ്മല മാതാവിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. ഞങ്ങൾ ഒത്തിരിയും ധരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ എങ്ങനെയാണോ പരിശുദ്ധ അമ്മ അമ്മയുടെ മേലങ്കിയാൽ പൊതിഞ്ഞത്, അതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കർമ്മലോത്തിരിയത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമേൻ.